ഡേറ്റ് മാർച്ച് 18, 2025 തലേന്ന് രാത്രി 7:30. എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന രശ്മി ടീച്ചർ ഒരു പോസ്റ്റ് ഇട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ സഞ്ചാരിയായ ഷെയ്ഖ് ഹസൻ ഖാൻ വരുമെന്നായിരുന്നു പോസ്റ്റിൻ്റെ ഉള്ളടക്കം. ടീച്ചറിനെ വിളിച്ചു, കേട്ട് സംസാരിച്ചു. ടീച്ചർ ഒരു അവസരം തന്നു. നാളെ ചോദ്യം ചോദിക്കാം എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ആകാംക്ഷയിലായിരുന്നു. അങ്ങനെ 19-ാം തീയതി എത്തി. കോളേജിൽ ചെന്നത് മുതൽ സെമിനാർ ഹാളിൽ കയറിയത് മുതൽ ആകാംക്ഷയായിരുന്നു. അങ്ങനെ സമയം 10:30 അദ്ദേഹം വന്നു. ഒരു ഉപദേശം തന്നു. എല്ലാവരുടെ കൂടെയും ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റ് ജീവിതത്തിൽ വെച്ച് പുലർത്തണം. നമ്മൾ അല്പം അകന്നും അടുത്തുമാണ് എല്ലാവരുമായി സഹകരിക്കുമ്പോൾ ജീവിക്കേണ്ടത്. എന്നിട്ട് ഒരു കാര്യവും കൂടി പറഞ്ഞു അദ്ദേഹം, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കാൻ പരിശ്രമിക്കുമ്പോൾ ഒരിക്കലും മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് ആഗ്രഹം. അവർക്കുമില്ലേ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എന്നും കൂടി ഓർമ്മിപ്പിച്ചു. ഇദ്ദേഹം വന്നത് മുതൽ കോളേജ് പ്രത്യേക ഒരു ഓറായിരുന്നു. സെമിനാർ ഹാൾ ഉൾപ്പെടെ. ഇദ്ദേഹം സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ്. അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. ധനകാര്യ വകുപ്പിലാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത്. അടുത്തിടെ ഓസ്ട്രേലിയയിലെ ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കൊസ്യാസ്കോവും കീഴടക്കിയതോടെയാണ് 7 ഭൂഖണ്ഡങ്ങളിലെയും കൊടുമുടികളും കീഴടക്കിയ ആദ്യ മലയാളി എന്ന റെക്കോർഡ് സ്വന്തം പേരിൽ എഴുതി ചേർത്തത്. ഏഷ്യയിലെ എവറസ്റ്റ് കൊടുമുടി മുതൽ അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ വരെ ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും ഉയരം കൂടിയ കൊടുമുടികൾ ഇദ്ദേഹം 4 വർഷത്തെ കഠിന പ്രയത്നത്തിനൊടുവിലാണ് കീഴടക്കിയത്. അതിശൈത്യവും അതികഠിനവുമായ ചൂടും ഉൾപ്പെടെ പ്രതികൂലമായ നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചാണ് അതിസാഹസികമായി ജീവൻ പണയം വെച്ച് കൊടുമുടികൾ കീഴടക്കിയ ഇദ്ദേഹം ഈ അത്യപൂർവമായ റെക്കോർഡ് സ്വന്തം പേരിൽ എഴുതി ചേർത്തത്. അടുത്തിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഓബോസ് തെൻ സലാഗോ കീഴടക്കി. പർവ്വതത്തിന് മുകളിൽ ഇന്ത്യൻ പതാകയുമായി നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് ഓരോ ഇന്ത്യക്കാർക്കും അഭിമാന നിമിഷം സമ്മാനിച്ചത്. ജീവിതത്തിൽ ആഗ്രഹങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും മുന്നിൽ ജോലി ഒരു തടസ്സമായി നിൽക്കുന്നവർക്ക് മികച്ചൊരു പ്രചോദനം കൂടിയാണ്. എവറസ്റ്റ് കീഴടക്കിയ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ സിവിലിയൻ കൂടിയായ ഷെയ്ഖ് ഹസൻ ഖാൻ. ഞാൻ അദ്ദേഹത്തിനടുത്ത് കേട്ട ചോദ്യം, സാർ ഓസ്ട്രേലിയയിലെ പ്രധാന ദ്വീപായ ഗ്രേറ്റ് ബറിയറിയെക്കുറിച്ച് അനുഭവം ഒന്ന് പങ്കുവയ്ക്കുമോ? അദ്ദേഹം പറഞ്ഞു തന്നത് ഓസ്ട്രേലിയയിലെ അതിശൈത്യമാണ്. സ്കൂബ ഡൈവിംഗ് ചെയ്യാൻ ഡൈവിംഗ് സ്യൂട്ടും ഓക്സിജൻ സിലിണ്ടറും ധരിച്ചിറങ്ങി. കടലിനടിയിൽ ധാരാളം പവിഴപ്പുറ്റുകളും നിരവധി മത്സ്യങ്ങളുമുണ്ട്. അവയെ കയ്യിലെടുക്കാനും പറ്റും. മൗണ്ട് കൊസ്യൂസ്കിയിൽ പോയപ്പോൾ പോലെ വളഞ്ഞിരിക്കുന്ന അമ്മുമ്മ കുന്നുകയറുന്നു. അതാണ് ഏറ്റവും വലിയ പ്രചോദനം നൽകിയ കാഴ്ചയെന്ന് പറഞ്ഞു.